ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഹവ് യു ആൾ? ഞാനും ഫാമിലിയും അൽഹംദുലില്ലാ അവിടെ ഫൈനായിട്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അടിപൊളി എന്നൊന്നും പറയാൻ പറ്റില്ല, ഇടയിൽ പാളിപ്പോയൊരു കുക്കിംഗ് വീഡിയോ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്ന റെസിപ്പിയാണ് ചീസി പൊട്ടാറ്റോ ബോൾസ്. ഏത് പോലീസുകാരനും ഒരു തെറ്റ് പറ്റുമെന്ന് പറയണ പോലെ എനിക്കും പറ്റിയൊരു തെറ്റ്. എന്ത് തെറ്റാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ഐറ്റം പാളിപ്പോയി. പക്ഷെ ഞാൻ തളർന്നില്ല. അവിടെ നിന്ന് പിന്നെയും ഞാൻ ഒന്നും കൂടെ ട്രൈ ചെയ്തിട്ട് ഐറ്റം റെഡിയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ ചീസി പൊട്ടാറ്റോ ബോൾസ് ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസും പ്രൊസീജിയേഴ്സും നോക്കാം. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അതിനായിട്ട് ആദ്യം പൊട്ടാറ്റോസ് എടുത്ത് പീൽ ചെയ്തതിന് ശേഷം നല്ലോണം വാഷ് ചെയ്ത് കുഞ്ഞു പീസസ് ആക്കിയിട്ട് വേവിച്ചെടുക്കാം. കുക്ക് ചെയ്യുമ്പം ഉപ്പും കൂടി ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി. പൊട്ടാറ്റോ അവിടെ കുക്കായിരിക്കുന്ന സമയത്ത് ഒരു ചെറിയ വെല്ലുള്ളിൻ്റെ ഹാഫ് എടുത്ത് ഇതുപോലെ കുഞ്ഞു പീസസ് ആയിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. അതിന് ശേഷം ഒരു പച്ചമുളക് ഇതേപോലെ കുഞ്ഞിതായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ അതിന് ശേഷം കുറച്ച് മല്ലിയില അതും കൂടെ കുഞ്ഞിതായിട്ട് ചോപ്പ് ചെയ്തിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കുക. അപ്പോൾ ഇതാ നമ്മൾ പൊട്ടാറ്റോ കുക്കായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ സ്ട്രെയിൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം ഒരു ബൗളിലേക്ക് പൊട്ടാറ്റോസ് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. ചൂടാവുകൊണ്ട് ഇച്ചിരി സ്പൂണും കൂടെ ഒന്ന് മാഷ് ചെയ്തെടുത്തതിന് ശേഷം ചൂടായതിന് ശേഷം ഞാൻ കൈ കൊണ്ട് നന്നായി ഒന്ന് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. തരി ഇല്ലാതെ വേണം മാഷ് ചെയ്തെടുക്കാൻ വേണ്ടി കേട്ടോ. ഇതുപോലെ മാഷ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെല്ലുള്ളി ഇട്ട് കൊടുക്കുക, പച്ചമുളക് ഇട്ട് കൊടുക്കുക, മല്ലിയില ഇട്ട് കൊടുക്കുക. ഉപ്പ് ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഇട്ടുകൊണ്ട് ഉപ്പിടേണ്ട ആവശ്യമില്ല. അതിന് ശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല ഇത്ര ഇട്ടിട്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. പൊട്ടാറ്റോ, മുളക് പൊടി, ഉള്ളി എല്ലാം നന്നായി മിക്സായി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് മൊസറല്ല ചീസ് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ചീസ് എല്ലാ ഭാഗത്തും ആയിട്ട് ഒന്ന് കുഴഞ്ഞു വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ കുഞ്ഞു ബോൾസ് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. ഓരോരോ ബോൾസായിട്ട് ഞാൻ എല്ലാ ബോൾസും ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ബ്രെഡ് ക്രംസിലോട്ട് ഞാൻ കുറച്ച് ഒമാൻ ചിപ്സ് പൊടിച്ച് ചേർക്കുന്നുണ്ട്. ഒമാൻ ചിപ്സും കൂടി ചേർത്തിട്ട് ബ്രെഡ് ക്രംസും ചിപ്സും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ബോൾസ് ഒന്ന് ജസ്റ്റ് ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബോൾ എടുക്കുക, ജസ്റ്റ് ഒന്ന് ബ്രെഡിൽ കോട്ട് ചെയ്യുക, മാറ്റി വെക്കുക. ഇത്രയേ ഉള്ളൂ പ്രൊസീജിയറും. അപ്പോൾ ഞാൻ എല്ലാ ബോൾസും ഇതുപോലെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടന്മാരിതാ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി ഫ്രൈ ചെയ്തെടുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് എൻ്റെ ഐറ്റം പാളുന്നത്. ഇനി ഞാൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രൈങ് പാൻ എടുത്ത് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ വെച്ച് ചൂടായതിന് ശേഷം ഓരോ ബോൾസ് ആയിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. ബ്രെഡിൻ്റെ ക്രംസ് പെട്ടെന്ന് കരിഞ്ഞു പോകുമല്ലോ, അപ്പോൾ അത് കരിഞ്ഞു പോകാതിരിക്കാൻ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് എണ്ണക്കൊന്നും ഇങ്ങനെ മുകളിലോട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആണ് പണി പാളുന്നത്. താനെ ഈ ബോൾസൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പോയി. അങ്ങനെ നല്ല കുട്ടപ്പന്മാരായിരുന്ന എൻ്റെ ചീസ് ബോൾസ് ഇതുപോലെ പൊടിഞ്ഞു പോയപ്പോൾ എനിക്ക് നല്ല സങ്കടമായി. പിന്നെ ബാക്കിയുള്ള ബോൾസ് ഞാനിതിലിടാൻ നിന്നില്ല, റിസ്ക് എടുക്കാൻ നിന്നില്ല. അപ്പം അതൊക്കെ ഒന്ന് ജസ്റ്റ് മാറ്റിയതിന് ശേഷം അതങ്ങനെ വെച്ചു. പിന്നെ ഞാൻ ആലോചിച്ചു ജസ്റ്റ് ബേക്ക് ചെയ്തെടുത്താൽ റെഡിയാവുമല്ലോ എന്ന്. അങ്ങനെ ഞാനൊരു ബേക്കിംഗ് ട്രേ എടുത്ത് അതിലേക്ക് ഈ ബോൾസൊക്കെ ഒന്ന് വെച്ച് ഒന്ന് ജസ്റ്റ് 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് വെച്ചെടുത്തപ്പം എൻ്റെ ചീസൊക്കെ ഒന്ന് മെൽറ്റായി വന്ന് ഇതുപോലെ സുന്ദര കുട്ടപ്പന്മാരായ ചീസ് ബോൾസ് റെഡിയായി കിട്ടി. എവിടെയാണ് എന്താണ് പാളിയെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എണ്ണയിൽ വറുത്തെടുത്തപ്പം എന്താ സംഭവിച്ചെന്ന് അറിയില്ല. എന്തായാലും ബാക്കിയുള്ള ചീസ് ബോൾസ് ബേക്ക് ചെയ്തെടുത്തുകൊണ്ട് ഇതാ നല്ല സക്സസ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ബേക്ക് ചെയ്തിട്ട് ട്രൈ ചെയ്താൽ മതി കേട്ടോ. എണ്ണയിലിട്ട് എന്നെ പോലെ പാളണ്ട. എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് ഈ റെസിപ്പീസൊക്കെ നീ ഒറ്റയ്ക്ക് ട്രൈ ചെയ്യുന്നതാണോ, എവിടെയെങ്കിലും നോക്കി ട്രൈ ചെയ്യുന്നതാണോ എന്നൊക്കെ. ചില റെസിപ്പീസൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ട്രൈ ചെയ്യുന്നതാണ്, ചിലതൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കാണുമ്പോൾ അത് നോക്കി ട്രൈ ചെയ്യുന്നതാണ്. അപ്പം ചിലപ്പോൾ ഇതുപോലെയൊക്കെ പാളാറുണ്ട്.
ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല. എൻ്റെത് ശരിയായില്ല, സാറില്ല. നെക്സ്റ്റ് ടൈം നമുക്ക് എന്താണെങ്കിലും തെറ്റ് വന്നതെന്നുള്ള മിസ്റ്റേക്ക് തിരുത്തി ഒന്നുകൂടെ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അപ്പം ഈ റെസിപ്പി ബേക്ക് ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുണ്ടെങ്കിൽ do like, share and comment and subscribe too. Thank you for watching my video. Bye bye.